ഈ പെട്ടിയൊന്നും പാക്ക് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല ഗൈസ്. ഞാൻ എവിടെയും പോകുന്നില്ല. പോകുന്നത് തീ കിടക്കുന്ന എമ്മിച്ചക്കനാണ്. യെസ്, അവൻ്റെ 1 മന്ത് ഓഫ് വെക്കേഷന് ശേഷം അവന് തിരിച്ച് ഉഗാണ്ടയിലേക്ക് പോകാനുള്ള സമയമായി. ഈ 1 മന്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഫെല്ലേക്ക് വീക്ക് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. ദാ വന്നു ദേ പോയി. കുറേ പാക്ക് ചെയ്ത് അവർക്ക് പോകാൻ സമയമായി. പിന്നെ ഈ ഇരിക്കുന്ന ആനക്കുട്ടീനെ ഉണ്ടല്ലോ, ഞാൻ ആദ്യമേ ഒരു നോട്ടം വെച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അളിയൻ ആദ്യമേ തന്നെ അതിനെ പെട്ടിയിലാക്കി. പിന്നെ വെയിറ്റ് നോക്കലും ടാറ്റ പറയലൊക്കെ ആയിരുന്നു. ആപ്പി എയർപോർട്ടിൽ വരാത്തതുകൊണ്ട് തന്നെ ആദ്യമേ ടാറ്റ ബൈബി പറഞ്ഞു ആപ്പി വീട്ടിൽ പോയി. ഞങ്ങളൊരു 12 മണിയായപ്പോൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 1:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് പെട്ടിയൊക്കെ എടുത്തു കൊടുത്തു. ആൻഡ് ഗൈസ്, ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഹാർഡ് ടു ഹാർഡ് എന്നൊക്കെ പറയത്തില്ലേ. ഒരു മാസത്തിന് മുമ്പ് ഇവനെ പിക്ക് ചെയ്യാൻ വരുമ്പം ഹൈലി എക്സൈറ്റഡ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. ആൻഡ് ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ശോകം ഗൈസ്, സത്യം. ഇനി ഇവർ ഏകദേശം ഒരു 1 ഇയറിന് ശേഷമേ വരത്തുള്ളൂ ഗൈസ്. യെസ്, 1 ഇയറിന് ശേഷം എമ്മയ്ക്ക് സ്കൂളൊക്കെ അടച്ച് അവന് വെക്കേഷൻ ആകുമ്പോഴാണ് ഇനി അവർ വരാൻ പോകുന്നത്. എൻ്റെ അമ്മോ, ഇറ്റ് ഈസ് ടു ഹാർഡ് ആൻഡ് ടു ശോകം. പിന്നെ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ, അത് ഈ ചെക്കനുണ്ടല്ലോ, കഴിഞ്ഞ വർഷം ഇവിടുന്ന് പോയപ്പം എൻ്റെ ക്യൂട്ട് ലിറ്റിൽ എമ്മി ബോയ് ആയിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് നീളമൊക്കെ വെച്ച് കുറച്ചും കൂടി മെച്ചീർഡ് ഫീലാണ്. നെക്സ്റ്റ് ഇയർ വരുമ്പം എന്തായാലും കുറച്ചും കൂടി നീളം വെച്ച് വലിയ ചെക്കനാവും. അപ്പം അവർക്ക് കുറേ നേരം അവിടെ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ് 1 അവർ പുറത്ത് നിന്നിട്ട് ഞങ്ങൾ ഇന്ത്യൻ ഫ്ലാഗിന് ടാറ്റ ബൈബി പറഞ്ഞ് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.